ഇപ്പോൾ ജനനം, മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾക്കിത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്ലാഷ് ആവാറുണ്ട്. ഇപ്പോൾ സന്യാസിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്, മാതൃസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ശിവനാണ് പിതാവ്, മാതാവ് പാർവതിയാണ്. മാതാച്ച പാർവതി ദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ആരൊക്കെയാണോ ശിവൻ്റെ ഭക്തന്മാർ അവരൊക്കെ ബന്ധുക്കളാണ്. പക്ഷെ നമ്മുടെ പാസ്പോർട്ടിൽ സന്യാസിയാണെങ്കിലും യാത്രകളൊക്കെ ചെയ്യണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാരം, ഇങ്ങനെയുള്ള വസ്തുവകകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് ഇല്ലാതെ വ്യാവഹാരിക ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അവിടെ അച്ഛൻ്റെ പേര് പരമശിവൻ എന്നും അമ്മയുടെ പേര് ശ്രീപാർവതി എന്നും എഴുതിയാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലേ, ഞാൻ ജനിക്കാത്തവനാണ്, അജനാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല. ഇപ്പോൾ കോടതി വ്യവഹാരത്തിലോ അല്ലെങ്കിൽ അത്തരം വ്യവഹാരങ്ങളിൽ, അപ്പോൾ ഈ വ്യവഹാരത്തിൽ ഈ നിയമങ്ങളുണ്ട്. അതെന്താണ്? ഒരാൾ മരിച്ചു എന്നുള്ളതിന് സമാധിയോ എന്തോ ആവട്ടെ, അതിനൊരു സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട്. അതാരാ നടത്തേണ്ടത്? ഡോക്ടർ വന്ന് നടത്തണം. അത് എങ്ങനെയുള്ള ഡോക്ടറാണ്? ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അത് അദ്ദേഹം അതിൻ്റെ അതോറിറ്റി ആണോ? ഇനി പോസ്റ്റ്മോർട്ടം ആണെങ്കിൽ അത് ഇവിടെ ആർക്കെങ്കിലും തോന്നിയതുപോലെ നടത്താൻ പറ്റുമോ? ഇല്ല. അതിന് സംവിധാനങ്ങളുണ്ട്. അതെല്ലാം വേറെയാണ്. അതൊക്കെ നമുക്ക് ആളുകൾക്ക് അറിയാം സാമാന്യമായിട്ട്. ഇത് രണ്ടും കൂടെ ക്ലേഷ് ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ഇന്ന് അത് പാലിച്ചേ മതിയാവൂ. അതൊന്നാണ്. കാരണം അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം, ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സമാധിയാവണം എന്ന് പറഞ്ഞ് ഒരാൾ, ഒരു സന്യാസിയാണെങ്കിൽ പോലും അദ്ദേഹം ആശ്രമത്തിൽ അതിന് വിധേയമാകുന്നു എങ്കിൽ മറ്റൊരാൾ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ നിയമം നമ്മളെ പിടിച്ചുകൊണ്ടുപോയി ഗ്ലൂക്കോസ് തന്ന് നമ്മുടെ ജീവനെ നിലനിർത്തും. സ്വയം എനിക്ക് എൻ്റെ ജീവനെ ഇല്ലായ്മ ചെയ്യാൻ അധികാരം നമ്മുടെ സർക്കാർ, നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥിതിയിൽ നൽകുന്നില്ല. അപ്പം നമുക്ക് എന്താണ്, നിയമപരമായിട്ട് തന്നെ പലരും ചില തീവ്രമായ രോഗങ്ങൾക്ക് അടിപ്പെടുന്നവർ മേഴ്സി കില്ലിങ്ങിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടല്ലോ. മേഴ്സി കില്ലിങ് നമുക്കില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ മറ്റ് പല രാജ്യങ്ങളും ഉണ്ട്. വളരെ ഇതായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അവർ വളരെ മനോഹരമായിട്ട്